എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ബ്രൗസറാണ് വിക്കിപീഡിയ. അതായത് നമ്മൾ എന്ത് കാര്യവും അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ, ലോകത്ത് എന്തിനെ പറ്റിയും ഡീറ്റെയിൽസ് ജെനുവിനായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വിക്കിപീഡിയയിലാണ് നമ്മൾ സെർച്ച് ചെയ്യുക. മനസ്സിലായില്ലേ? ഗൂഗിളിൻ്റെ തന്നെ വിക്കിപീഡിയ ആണ് ഏറ്റവും അധികം എന്താ പറയുക, ഇൻ്റർനാഷണലായിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് എന്തിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു ബ്രൗസറാണ് വിക്കിപീഡിയ. വിക്കിപീഡിയൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് തരുന്നത് അത്രയും ജെനുവിൻ ആയിരിക്കും. അങ്ങനത്തെ ഒരു വിക്കിപീഡിയയിൽ, അതായത് അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ വിക്കിപീഡിയ, വിക്കി ആൽഫ, വിക്കിസ്റ്റിയ എന്നൊക്കെ പറഞ്ഞ അവരുടെ ബ്രാഞ്ചസ്. അത് നമുക്ക് ഇവൻ രാഷ്ട്രീയക്കാർ വരെ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെ പറ്റി നല്ല എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എഴുതിയിട്ടില്ല. എത്ര പൈസ കൊടുത്താലും എഴുതൂല്ല. അങ്ങനെ നമുക്ക് പൈസ കൊണ്ടോ പണം കൊണ്ടോ ആൾ കൊണ്ടോ നമുക്ക് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ഈ വിക്കിപീഡിയൻ്റെ അണ്ടറിൽ കിടക്കുന്ന വിക്കി ആൽഫ, വിക്കിപീഡിയ, പിന്നെ വിക്കിസ്റ്റിയ എന്നൊക്കെ പറയുന്ന ബ്രൗസേഴ്സ്. അങ്ങനത്തെ ഒരു ബ്രൗസറിൽ ഡീലാബിനെ പറ്റി, ഡീലാബ് ഹെയറിനെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷവും, എന്താ പറയുക, എനിക്ക് ആകെപ്പാടെ അങ്ങോട്ട് എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. കാരണം നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് നമ്മൾ 3 കൊല്ലം ഇതിൻ്റെ പിന്നാലെ നടന്നു, 1.5 കൊല്ലം ഈ സ്ഥാപനം തുടങ്ങിയിട്ട്, എന്നിട്ട് നമ്മൾ ഇത്രയും പേഷ്യൻസിന് ചെയ്ത് എല്ലാവർക്കും മീൻസ് നമ്മളെ പേഷ്യൻസിന് എല്ലാവരും അത്രയും ഹാപ്പിയാണ് ഇത് ചെയ്തിട്ട്. നമ്മൾ കറക്റ്റ് പറഞ്ഞ പോലെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞിട്ടാണ് ഇവർ അത് കൊടുത്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവർ ജെനുവിനിറ്റി നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ജെനുവിൻ അല്ലാത്ത കാര്യം ഈ വിക്കിപീഡിയ, വിക്കി ആൽഫ ഒന്നും പബ്ലിഷ് ചെയ്യില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെറുതെ പരസ്യവും അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വിക്കിപീഡിയയിൽ കാണുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിട്ടൊന്നുമല്ല അവർ ഇട്ടത്. ഞാൻ യാദൃശ്ചികവശാൽ കണ്ടതാണിത്. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ വിക്കി ആൽഫയിലാണ് അതുള്ളത്. അതിനെപ്പറ്റി പറയുന്നത് വെച്ചാൽ സൗത്ത് ഇന്ത്യസ് ഓൺലി ക്ലിനിക് വിച്ച് ട്രീറ്റ്സ് ബാഡ്നെസ്. അതായത് സൗത്ത് ഇന്ത്യയിലെ ഏക ക്ലിനിക്ക്, എന്ത് ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ കഷണ്ടി മാറ്റുന്ന ഏക ക്ലിനിക്ക്. ഇതിൻ്റെ അപ്പുറം ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അത്രയും സന്തോഷമാണ്. എനിക്ക് എന്താ പറയുക, ഓവർ എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ അത്രയും എന്താ പറയുക, ഒരു കണക്ഷൻ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അത്രയും ഒരു ഇൻ്റർ കണക്ഷൻ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ പുറമെ നമുക്കൊരു ഫാമിലി പോലെ നോക്കാനാണ് എനിക്ക് താല്പര്യം. അതായത് ഒരു സബ്സ്ക്രൈബർ, ഒരു കമ്മ്യൂണിറ്റി പോലെ ഡീലാപ്പിൻ്റെ ടീം നിൽക്കണം എന്നാണ് എനിക്ക് ഏറ്റവും അധികം ആഗ്രഹം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പേഷ്യൻസ് തന്നെയാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന ഡീലാപ്പിനെ റൂമും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്നത്. അതേപോലെ കാസർഗോഡ് തുടങ്ങാൻ പോകുന്ന ഡീലാപ്പിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ പേഷ്യൻസ് തന്നെയാണ്. കാരണം അവർ ഹാപ്പിയാണ്. ഇവിടെ വന്നു പോയ ഒരാൾക്കും ഒരിക്കലും നമ്മളെ വീട്ടിലുള്ള ഒരു കണക്ഷൻ വിട്ടുപോകാൻ പറ്റില്ല. കാരണം അത്രയും നല്ല രീതിയിലുള്ള ഒരു പേഴ്സണൽ ബന്ധം ഞങ്ങൾ കീപ്പപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാലോ, ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളെ ഓരോരുത്തരുമാണ്. സബ്സ്ക്രൈബേഴ്സ് ആൻഡ് മൈ പേഷ്യൻസ്. എൻ്റെ പേഷ്യൻസ് എന്നെ വിശ്വസിച്ച് ഇവിടെ വന്ന് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. അവർ വായ കൊണ്ട് തന്നെ പല ആളുകളും അറിഞ്ഞ് അവരെ അങ്ങോട്ട് ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റി വഴി കുറേ പേര് വന്നു. അവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടായി. അപ്പോൾ വിക്കിപീഡിയ, വിക്കി ആൽഫ എന്തിലാണെങ്കിലും ഇത് നമ്മളെ ക്ലിനിക്കിനെ പറ്റി ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് സോൾ ക്രെഡിറ്റ് ഗോസ് ടു ദ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ദ പേഷ്യൻസ്. നിങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണം. എനിക്ക് അതിൻ്റെ ക്രെഡിറ്റ് തേർഡായി കിട്ടാൻ ആവശ്യമുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്രയും എനിക്ക് സന്തോഷമാണ്. കൂടുതൽ സന്തോഷം ഞാൻ പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ സീനാവും. അത്രയും സന്തോഷം കൊണ്ട് ഞാൻ പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് എവരി വൺ. താങ്ക് യു. നമുക്ക് ഇതേപോലെ തന്നെ പോവാം. പിന്നെ നിങ്ങൾക്ക് ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് പേഷ്യൻസിന് കുറേ ഫോട്ടോസ് ഇങ്ങനെ ഇടാത്തതെന്ന്. ഞാൻ പറയാലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇഷ്ടംപോലെ പേഷ്യൻസിൻ്റെ ഫോട്ടോസിൻ്റെ ആൽബം കാണിക്കാം. ഫോട്ടോസുള്ള ഒരു ലിസ്റ്റ് തന്നെ കാണിക്കാം. അവരുടെ നമ്പർ, അഡ്രസ്സൊക്കെ കാണിക്കാം. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ഈ പേഷ്യൻസ് ആരും പൈസ കൊടുത്ത് അഭിനയിക്കുന്നല്ലോ. അവരൊക്കെ യഥാർത്ഥ പേഷ്യൻസ് ആകുമ്പോൾ അവർക്കൊക്കെ ചെറിയ ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. അവർ ഫോർ എക്സാമ്പിൾ ഞാനൊരു വീഡിയോ കുറച്ച് ആഴ്ച മുന്നേ ഇട്ടിരുന്നു. ഒരു വ്യക്തിയുടെ, ആ വ്യക്തി കഷണ്ടിയായി ഇത് വിഗ് ഉപയോഗിച്ച ആൾ ഏകദേശം 2 മാസം കൊണ്ട് വിഗ് കളഞ്ഞ് അയാൾക്ക് നല്ല കട്ടിയുള്ള മുടി വന്ന ഒരു വീഡിയോ. പക്ഷെ ആ വീഡിയോ ഇട്ടിട്ട് ആൾക്കാരൊക്കെ അയാളെ ഫോൺ വിളിയും, ഭയങ്കരമായിട്ട് ഫോൺ വിളിക്കലും, അയാൾക്ക് ഉറങ്ങാൻ പറ്റാതെ എന്താണ് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാളെ വീട്ടിൽ വിസിറ്റ് ചെയ്യുക കുറേ പേര്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ്
ഞങ്ങൾ അധികം ഇതാക്കാത്തത്. പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് തരാൻ പറ്റും. അത് നിങ്ങൾ ഇവിടെ വന്ന് നോക്കൂ, ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ഇതെല്ലാം. 10 പൈസ അടയ്ക്കേണ്ട ഇവിടെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. ഇനിയും ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിലുപരി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ.